أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أن فيكم رسول الله صدق الله مولانا العظيم كنت خنزا مخفيا فأحببت أن أظهر فخلقت الخلق അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിച്ചെങ്കിൽ ഒരു പഠനയജ്ഞം, ഒരു പ്രസംഗ ക്ലാസ് അല്ല. പലപ്പോഴും നമുക്ക് ലഭിക്കാത്ത നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ പൊടിപിടിച്ച് കിടക്കുന്ന കുറേ ഭാഗങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കണം എന്നതാണ്. ആരെയും മടുപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, വഴു പറയാതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. നമുക്ക് കൈമോശം വന്ന ഏറ്റവും വലിയ നിധി നമ്മുടെ ചരിത്രമാണ്. സ്വയം കുറ്റപ്പെടുത്താൻ ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. ഇന്ന് നമ്മെ ആരെയും അമ്പരിപ്പിക്കുന്ന, ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു സത്യം, ഈ കേരളത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ എത്തി എന്നാണല്ലോ കൂടുതൽ പ്രശസ്തമായ ചരിത്രം. നിങ്ങളൊക്കെ കേട്ടിരിക്കും, മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 2 പായക്കപ്പലുകളിലായി 24ഓളം ആളുകൾ പുറപ്പെട്ടു. പക്ഷേ ഈ യാത്രാമധ്യേ കാറ്റിൽപ്പെട്ട് ദിശ തെറ്റി 2 കപ്പലുകളും വേറായി പിരിഞ്ഞു. ഒരു കപ്പല് കൊടുങ്ങല്ലൂരും മറ്റൊന്ന് കായൽപട്ടണത്തുമാണ് ചെന്നണഞ്ഞത്. അങ്ങനെ 24 അംഗ സംഘം പകുതിയായി വിഭജിക്കപ്പെട്ടു. ഇത് സ്വഹാബാക്കളാണോ? ഇതൊരു പ്രസംഗമില്ലാന്ന് പറയണ, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരു സഹാബാക്കളാണോ? ആണെന്ന് പറയുന്ന ചില ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പറഞ്ഞത് 2-ാം നൂറ്റാണ്ടിൻ്റെയും 3-ാം നൂറ്റാണ്ടിൻ്റെയും മധ്യേ ഉള്ള കാലഘട്ടത്തിൽ താബിയങ്ങളോ അല്ലെങ്കിൽ അവരുടെ പുറകെയുള്ളവരോ ആണ് മാലിക് ദീനാറും കൂട്ടുകാരും എന്ന്. അതാണ് ലഭ്യമായ ചരിത്രത്തിൽ രേഖ കൊണ്ട് പ്രബലമായത്. പക്ഷേ സ്വഹാബത്തിൻ്റെ കാലത്ത് ഇവിടെ ഇസ്ലാം എത്തി എന്നതിന് ഇതിനെതിരല്ല. മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു വന്ന് കേരളത്തിൻ്റെ മധ്യഭാഗമാവുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങി വടക്കേ അറ്റമാവുന്ന ഗോകർണം വരെയുള്ള സ്ഥലത്ത് 11 പള്ളികൾ നിർമ്മിക്കുകയും 11 മക്കളെ, സഹോദരപുത്രന്മാർ തുടങ്ങിയ 11 പേരെ ഈ 11 പള്ളികളിൽ ഖാദിമാരായി നിയമിച്ചു. ഇസ്ലാമിൻ്റെ ദഅവത്തിന് ശാസ്ത്രീയമായ സംവിധാനം നൽകിയത് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അവർ സ്വഹാബിയാണ് എന്ന് പറയാൻ ശക്തമായ തെളിവുകളൊന്നും ചരിത്രത്തിലില്ല. എന്നാൽ പ്രമുഖ സഹാബിയാവുന്ന മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബ കിറാമുകൾ കോഴിക്കോടും കൊല്ലത്തും വന്നു എന്നും അവരിവിടെ താമസിച്ചിരുന്ന വ്യാപാരാവശ്യാർത്ഥവും ദഅവത്തും ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന മഹാത്മാക്കൾ അന്ന് തന്നെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ സജീവമായി എന്നും കാണാം. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല. ഇസ്ലാമിൻ്റെ പ്രാരംഭം, തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് മുഖേന തന്നെ കേരളത്തിൽ ലഭിച്ചപ്പോൾ അതിനൊരു ശാസ്ത്രീയമായ സംവിധാനവും പരസ്പര ബന്ധവും നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാനപരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെയ്തതുപോലെ
ഇസ്ലാമിൻ്റെ ദഅവത്തിന് അടിത്തറയിടാൻ, ഇസ്ലാമിൻ്റെ സംസ്ഥാപനം സുഗമമാക്കാൻ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്ന ആദ്യ ദിവസം തന്നെ മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഖുബാ മസ്ജിദിന് തറയിടുകയാണ് ആദ്യം ചെയ്തത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ ഖൈറുൻ അൻ തഖൂമ ഫീഹി. ഇസ്ലാമിൻ്റെ സന്ദേശവുമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി മദീന മണ്ണിൽ കാലുകുത്തിയ അന്ന് തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായി ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടി ആദ്യമായി തറക്കല്ലിടപ്പെട്ട പള്ളിയാണ് ഖുബാ മസ്ജിദ്. അവിടുന്ന് പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇന്നുള്ള മസ്ജിദുൻ നബവിയുടെ സ്ഥാനത്തെത്തി ഒട്ടകം മുട്ടുകുത്തുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് അബുൽ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടടുത്ത വീടിന്റെ സമീപം വരെ പോവുകയും തിരിച്ചു വരികയും വീണ്ടും ആദ്യം മുട്ടുകുത്തിയ സ്ഥലത്ത് തന്നെ ഒട്ടകം കിടക്കുകയും അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇറങ്ങുകയും ചെയ്തത് നമുക്കറിയുന്ന ചരിത്രമാണ്. ഈ ഒട്ടകം മുട്ടുകുത്തി കിടന്ന സ്ഥലത്താണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറുള്ളത്. മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന വ മിമ്പരി അലാ ഹൗദി. മിമ്പർ എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്, സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ്. വമിമ്പരി അലാ ഹൗദി, എൻ്റെ മിമ്പർ നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ ഞാനിരിക്കുന്ന മിമ്പർ ഏതോ അതേ മിമ്പർ തന്നെയാണ് ഈ മിമ്പർ, ഇവിടെ തന്നെയാണത്. എങ്ങനെ അത് വ്യാഖ്യാനിച്ചാലും വേണ്ടില്ല. ഇന്നും മിമ്പർ യാതൊരു സ്ഥാനമാറ്റവും വരുത്തിയിട്ടില്ല. മെഹ്റാബിന് മാറ്റം വന്നിട്ടുണ്ട്. മെഹ്റാബിന് മാറ്റം വന്നെങ്കിലും ഇന്നും മിമ്പർ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ രഹസ്യവും അതാണ്. വമിമ്പരി അലാ ഹൗദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റൗള മാറ്റാൻ പറ്റില്ലല്ലോ എന്നതുപോലെ മിമ്പർ മാറ്റാൻ പറ്റില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൗദിൻ്റെ മുകളിലാണ് മിമ്പർ ഉള്ളത്. ഇത് സഹീഹായ ഹദീസിൽ പ്രസിദ്ധമായി സ്ഥിരപ്പെട്ട സംഗതിയാണ്. അന്ന് വീടില്ല, സഹാബാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഭയാർത്ഥികളായി വന്ന നൂറുകണക്കിന് ആളുകൾ അന്തിയുറങ്ങാൻ വഴിയില്ലാതെ, ഭാവി എന്താണെന്ന് ചിന്തിക്കാതെ ബേജാറാവുന്ന സമയത്തും ആദ്യമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് പള്ളി നിർമ്മിക്കുകയാണ്. ആ പള്ളി നിർമ്മിച്ചതിന് ശേഷമാണ് അവിടത്തേക്ക് സ്വന്തം താമസിക്കാനുള്ള വിശ്രമത്തിന് വേണ്ടി ഹുജറ എന്ന പേരിൽ അറിയപ്പെടുന്ന വീട് നല്ല ഹുജറ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അറിയാം. ഹുജറ എന്ന് പറഞ്ഞാൽ റൂമെന്ന അവിടുത്തെ വീട് അത്രയും വളരെ ലഘുവായ സംവിധാനത്തോടു കൂടി ഒരു ഒറ്റ റൂമിൻ്റെ സൗകര്യത്തിൽ ഉണ്ടാക്കിയ ആ ഹുജറകൾ എടുക്കുന്നതിൻ്റെയും സഹാബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെയും ഭാവി ദഅവത്തിനെ പറ്റി ശാസ്ത്രീയമായി ആലോചിക്കുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് പള്ളി നിർമ്മിക്കുക എന്ന ഈ ചരിത്രത്തിൻ്റെ ആവർത്തനം തന്നെയാണ് നമ്മളിവിടെ കേരള ചരിത്രത്തിലും കാണുന്നത്. ദീനീ ദഅവത്തിന് വേണ്ടി മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു ഉൾക്കൊള്ളുന്ന ആ ഒരു കപ്പൽ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ഞാൻ ചരിത്രത്തിലേക്ക് വരില്ല, ആമുഖം പറയണോ, ചരിത്രമൊക്കെ തുടർന്നുണ്ടാവും. കൊടുങ്ങല്ലൂർ എത്തിയ സമയത്ത് അവിടെ മുസ്ലിങ്ങളായ ആരുമില്ല. ഒറ്റപ്പെട്ട മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കോഴിക്കോടേ ഉള്ളൂ. കൊടുങ്ങല്ലൂരെന്ന് മുസ്ലിമീങ്ങളില്ല. അങ്ങനെ അവിടുത്തെ മഹാരാജാവ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചക്രവർത്തിയെ സമീപിച്ച് ഒരു ലെറ്റർ കൊടുത്തു. നമുക്ക് നീണ്ട വിഷയങ്ങളാണ്, അതിലേക്കല്ല ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത്. ഈ കത്ത് യഥാർത്ഥത്തിൽ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന, ഭരണം നടത്തിയിരുന്ന ചേരമാൻ പെരുമാള് പരിശുദ്ധ മക്ക ഷരീഫിൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും
ആ സ്വീകരിച്ച ഇസ്ലാം മതം ദീനിൽ ദഅവത്ത് ഈ നാട്ടിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി ആളെ അയച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തതാണ് മാലിക് ദീനാറയും കൂട്ടരെയും എന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹാബികളാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോരുന്ന സമയത്ത് വഴിയിൽ വെച്ച് രോഗബാധിതനാവുകയും യാത്ര തുടരാൻ പറ്റാതെ വന്നപ്പോൾ വസിയത്ത് എഴുതി കൊടുങ്ങല്ലൂരും അതിൻ്റെ കീഴിൽ വടക്കേ കേരളത്തിലും ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർക്കും കൊടുങ്ങല്ലൂരിലെ മേൽചക്രവർത്തിയായിരുന്ന പെരുമാൾ ചക്രവർത്തിക്കും കത്തയച്ചു. ഇവർ എൻ്റെ അതിഥികളാണെന്നും ഇവരെ നമ്മുടെ നാട്ടിൻ്റെ മര്യാദയനുസരിച്ച്, നമ്മുടെ നാട്ടിൻ്റെ ആതിഥ്യ മര്യാദ പഴയ കാലത്തെ പേരെടുത്ത നാടാണ് ഈ നാട്, അതനുസരിച്ച് അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന പെരുമാൾ ചക്രവർത്തിയുടെ എഴുത്തുമായാണ് കൊടുങ്ങല്ലൂരിൽ മഹാന്മാർ വരുന്നത്. ഈ ലെറ്റർ ലഭിച്ചപ്പോൾ എല്ലാവിധ ആദരവുകളോടും ബഹുമാനത്തോടും കൂടി അവരെ സ്വീകരിക്കുകയും അനന്തരം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഇവിടെ സൗകര്യം തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടതെന്താണ് പറയാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്ത മാർഗം ഇവിടത്തെ കോവിലിൻ്റെ സമീപത്തായി, കൊട്ടാരത്തിൻ്റെ വെളിപ്പാടകലയായി മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ പള്ളി വേണം. ഇവിടെ താമസിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ താമസിക്കണമെങ്കിൽ പള്ളി വേണം. അത് എവിടെ? പെരുമാൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ വെളിപ്പാടകരെ അവരുടെ വലിയ ആരാധനാ കേന്ദ്രമാവുന്ന കോവിലകത്തിൻ്റെ അടുത്ത്. ക്ഷേത്രവും പള്ളിയും ഒന്നും പോകുന്നവർക്കറിയാം അടുത്തടുത്താണ് നിൽക്കുന്നത്. അങ്ങനെ പള്ളിയെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആദ്യമായി പള്ളിയെടുത്ത് ആ പള്ളി കേന്ദ്രമാക്കിയിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖുബയിൽ ചെയ്തതുപോലെ, മസ്ജിദുൻ നബവിയിൽ ചെയ്തതുപോലെ ഒരു മുസ്ലിം ഒരു നാട്ടിൽ താമസിക്കണമോ, അവിടത്തുകാരനായി തീരണമോ എങ്കിൽ ആദ്യമായി വേണ്ടത് പള്ളിയാണ്. പള്ളി ഇസ്ലാമിൻ്റെ ആസ്ഥാന കേന്ദ്രമാണ്. പള്ളിയില്ലാത്ത ഒരു ഇസ്ലാം ചിന്തിക്കാൻ കഴിയില്ല. പള്ളിയിലൂടെയല്ലാതെ ദീൻ നിലനിൽക്കാനും ദീൻ വികസിക്കാനും സാധ്യമല്ല. ഇതാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠം. അത് ഉൾക്കൊണ്ടുകൊണ്ട് പിൻഗാമികളായ മഹാത്മാക്കൾ അനുവർത്തിച്ചു പോകുന്ന നയവും അത് തന്നെയാണ്. ഖാദിസിയയിൽ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഐതിഹാസികമായ വിജയം നേടി അവിടുത്തെ ചക്രവർത്തിയുടെ, കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരം ഇസ്ലാമിന് കീഴടങ്ങിയ അവിടെ ആദ്യമായി ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചെയ്തത് ആ കൊട്ടാരപ്പടിയിൽ ജുമാ നിർവഹിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. കഴിഞ്ഞു, എൻ്റെ വിഷയം അതല്ല. അങ്ങനെ പോന്ന മാലിക് ദീനാറിൻ്റെ ചരിത്രം കഴിഞ്ഞാൽ ഒരു കാലത്തും ഇവിടെ ഇസ്ലാമും കണ്ണിമുറിഞ്ഞിട്ടില്ല. ഈ 11 പള്ളിയിലുള്ള ഖാദിമാരും മുദരിസമാരും അവർ സൂഫി വര്യന്മാരായിരുന്നു, അവർ ഉലമാക്കളായിരുന്നു, ഫുഖഹാക്കളായിരുന്നു, നാട്ടിൻ്റെ നവോത്ഥാന നായകന്മാരായിരുന്നു. രാജ്യത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും നേതൃത്വങ്ങളും നൽകാൻ യോഗ്യരായിരുന്നു. പക്ഷേ അങ്ങനെ ഇടമുറിയാതെ നിരന്തരം ലഭിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥം ഇന്ന് നമ്മിൽ ഇല്ല. പിന്നീട് ശാസ്ത്രീയമായി എഴുതപ്പെട്ടതും പിന്നീട് അവ്യക്തത വന്നു ചേരാത്തതുമായ ചരിത്രം ബഹുമാനപ്പെട്ട മഖ്ദൂം കുടുംബത്തിൻ്റെ ചരിത്രത്തോടു കൂടിയാണ് പിന്നെ വരുന്നത്. അതിൻ്റെ ഇടയിൽ 6, 7, 8 നൂറ്റാണ്ടുകൾ ഇതെവിടെ പോയി? ആരും പറയുന്നത് പോലെ ആ കാലത്ത് ഇസ്ലാമിൻ്റെ പ്രവർത്തനം ഇവിടെ ഇല്ലായില്ല. ഇസ്ലാം ഒരിക്കലും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. എക്കാലത്തും എല്ലാ വിഭാഗങ്ങളും ഇവിടെ ഇസ്ലാമിനെയും അതിൻ്റെ അഹ്ലുകാരെയും ആദരിച്ചവരും അംഗീകരിച്ചവരും അവരുടെ നേതൃസ്ഥാനം ഉപദേശങ്ങളിലും പ്രശ്നങ്ങളിലും പരിഹാരത്തിനൊക്കെയും മുസ്ലിങ്ങളെ
അടിസ്ഥാനമാക്കിയവരാണ് അവരൊക്കെ. പക്ഷേ ഇടക്ക് വെച്ച് കൈവിട്ടു പോയി ചരിത്രം. നമുക്ക് അതൊന്ന് നികത്താനാവാത്ത ഒരു നഷ്ടമായി അവശേഷിക്കുന്നു. ആരെയും ആക്ഷേപിക്കല്ല, നമ്മുടെ അടുക്കുള്ള പോരായ നമ്മൾ പറയാം. അവിടങ്ങളിലൊക്കെ ചില ചരിത്രങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നു. എന്നാൽ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമുണ്ട്. മൻ ലാ ലഹു മാളിൻ ഫലൈസ ലഹു ഹാലുൻ വലാ ഇസ്തിഖ്ബാൽ. ഇത് സമുദായത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മൻ ലൈസ ലഹു മാളിൻ, തൻ്റെ പൂർവകാല ചരിത്രം ഏതൊരു ജനതക്ക്, ഏതൊരു സമൂഹത്തിന്, ഏതൊരു രാജ്യത്തിന്, ഏതൊരു വിഭാഗത്തിന് നഷ്ടപ്പെട്ടു പോയോ, ഫലൈസ ലഹു ഹാലുൻ വലാ ഇസ്തിഖ്ബാൽ, നിലവിലുള്ള ജീവിതത്തിൽ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ഞു വിരിച്ച് നട്ടെല്ല് നിവർത്തി ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവന് കഴിയില്ല. അല്ല, ഭാസുരമായൊരു ഭാവി സ്വപ്നം കാണുക അവന് സാധ്യമല്ല. ഭാവി ഭാസുരമാക്കാൻ നിലവിലുള്ള അവസ്ഥയിൽ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി സമൂഹത്തിന് മുന്നിൽ ഉയർന്നേറ്റ് നിൽക്കാൻ ഈ രണ്ടിനുമുള്ള തൂണ് നമ്മുടെ പൂർവകാല ചരിത്രമാണ്. അതിൻ്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം ചരിത്രത്തിൽ നിന്നിട്ട് വളരെ അകന്നു നിൽക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ, സൈത്തൂന കോളേജിൽ നടക്കുന്ന ചരിത്ര ക്ലാസിൻ്റെ പ്രധാന ഭാഗം തന്നെ എന്താണ്? ഇസ്ലാമിൻ്റെ സ്വർണ്ണ കാലഘട്ടമായിരുന്ന 6 or 7 നൂറ്റാണ്ട് വരുന്ന മുസ്ലിം ചരിത്രം, അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ രാജാക്കന്മാർ, അന്നത്തെ ഭരണാധികാരികൾ, അന്നത്തെ ചിന്തകന്മാർ, അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, അന്നത്തെ നവോത്ഥാന നായകന്മാർ, അവരെ ആധികാരികമായി പഠിക്കുക. പഠിച്ചിട്ട് കുട്ടികളോട് ചോദിക്കുക, ഇത് നമ്മെപ്പോലത്തെ മനുഷ്യരല്ലേ? തീർച്ചയായും. എങ്കിൽ അവർക്ക് ഈ ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് കഴിയില്ല? എന്തുകൊണ്ട് നമുക്കത് കഴിയില്ല? ഇവിടെയാണ് ചരിത്രത്തിൻ്റെ ആവശ്യകത. നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ചരിത്രം മൗലിദ് നിഷേധികൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനചര്യ, രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് രാവിലത്തെ ദിക്റുകളും ദുആകളും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നാൽ തൻ്റെ മക്കളെയും പേരമക്കളെയും അയൽവാസികളെയും അടുത്ത് വിളിച്ചിരുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞു പഠിപ്പിക്കലായിരുന്നു. ഖുർആനിലുള്ള സൂറത്തുകൾ എങ്ങനെ ചൊല്ലിപ്പഠിപ്പിച്ച് തെറ്റ് തീർത്ത് മനപ്പാടമാക്കിക്കുമോ അതേ രീതിയിൽ ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമുകൾ അവരുടെ മക്കൾക്കും പേരമക്കൾക്കും തിരുനബിയുടെ ദൈനംദിന ചരിത്രം ഓതിക്കൊടുത്ത് മനപ്പാടമാക്കി ചൊല്ലിക്കുമായിരുന്നു. എന്തിന്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് ഇസ്ലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ദീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇസ്ലാം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനസമൂഹം, അത് ഏത് തരക്കാരാവട്ടെ, ഏത് വിഭാഗമാകട്ടെ, അവർക്കൊക്കെ ഉത്തമമായ മാതൃക ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് ആ ചരിത്രം പഠിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കണം. വായിച്ചു പോയാൽ പോരാ, ചരിത്രം വായിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിച്ച് അത് തരുന്ന ഗുണപാഠങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കലാണ് പ്രധാനം. എന്നിട്ട് ആ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാനും അതിലൂടെ അവർ നേടിയെടുത്ത ഗുണം നേടിയെടുക്കാനുമുള്ള ഏറ്റവും നല്ല ഇന്ധനമാണ് ചരിത്രം. അതുകൊണ്ടാണ് നേരത്തെ ബാക്കൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കൊക്കെ ഖുർആൻ ഓതുന്നവർക്കറിയാം, അഹ്കാം ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ മൊത്തം
മൊത്തം പറയാൻ വേണ്ടിയിട്ട് 500 ആയത്താണ് ഖുർആൻ ഉപയോഗിച്ചത്. എന്നാൽ 1500-ലധികം ആയത്തുകൾ ചരിത്രം പറയാനാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ചരിത്രത്തിൻ്റെ പ്രാധാന്യം. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പുസ്തകമല്ലല്ലോ. വളരെ സംക്ഷിപ്തമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യപൂർവമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം ചുരുക്കി പറയുന്ന സ്വഭാവമാണ് ഖുർആൻ. ബാക്കിയുടെ വിശദീകരണങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് താബിഈങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി വന്നുകൊണ്ട്, നല്ല ഖുർആൻ 30 ജുസും ഹിഫ്ളുള്ള ആളാണ്, ധാരാളം ഇൽമു പഠിച്ച മഹാനാണ്, അദ്ദേഹം വന്നിട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയുണ്ടായി, അംബിഇനി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ട ഉമ്മ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവശീലം എന്തായിരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിക്കാൻ, അമാ തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ പഠിച്ചിട്ടില്ലടോ? ഖുർആൻ 30 ജുസ് ഹിഫ്ളാണ്, അതിന്റെ തഫ്സീറും അറിയാം, ഖുർആൻ പഠിച്ചിട്ടില്ലേ? അതേ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല തിരിച്ചു പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ എന്ത് പറയുന്നു അതാണ് തിരുനബി. അഥവാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഖുർആനിൽ 700 സ്ഥലത്ത് നിസ്കാരത്തെ പരാമർശിച്ചിട്ടുണ്ട്. നിസ്കാരം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തെ 700 പ്രാവശ്യം ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 700 പ്രാവശ്യം പരാമർശിച്ചിടത്തും എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത, നിസ്കാരത്തെ നിങ്ങൾ ഇഖാമത്ത് ചെയ്യണം. എങ്ങനെ ഇഖാമത്ത് ചെയ്യേണ്ടത്? മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കാണിച്ചു കൊടുത്തു. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ എന്നിൽ നിന്നിട്ട് കണ്ടുപിടിച്ചത് അതേ രീതിയിൽ നിസ്കരിക്കുമ്പോഴാണ് അല്ലാഹു തആല പറയുന്ന അഖീമുസ്സലാ. അങ്ങനെ സൊഫ് ഇങ്ങനെ ഒപ്പിച്ച് നിർത്തി കൃത്യമാക്കി വളവ് തിരിവില്ലാതെ സൊഫ് ശരിയാക്കി നിർത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ 1-2 ആളുകൾ സൊഫിൽ കുറച്ച് വ്യത്യാസപ്പെട്ടു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതുസവ്വുന്ന സുഫൂഫക്കും, നിർബന്ധമായും നിങ്ങൾ സൊഫ് സമമാക്കണം. ഫഇന്ന തസ്ഫിയത സുഫൂഫി മിൻ തമാമി ഇഖാമത്തി സ്വലാ, അല്ലാഹു തആല നിസ്കരിക്കുവിൻ എന്നല്ല പറഞ്ഞത്, അഖീമു സ്വലാത്താണ്. ഈ ഇഖാമത്തു സ്വലാത്ത് പൂർത്തിയാവണമെങ്കിൽ സൊഫ് വളതിരിവില്ലാതെ ഇടഒഴിവില്ലാതെ അടുത്തടുത്ത് കൃത്യമായി നിന്നെങ്കിൽ നിസ്കാരം ഇഖാമത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഹജ്ജിന് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ലാലി ലാൽഖാക്കും ബഅദ ആമി ഹാദാ, ഇനി ഒരിക്കൽ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് ഹജ്ജും ഉംറയും പഠിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഖുദൂ അന്നി മനാസിക്കക്കും, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉംറ നിർവഹിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആൻ അതിൻ്റെ വെറും ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക രീതി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് സ്വഹാബാ കിറാമുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ദൈനംദിനമുള്ള ദിനചിട്ടകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഫജ്ർ നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളും കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളുമായി ഇടപഴകുന്നതിന് മുമ്പ് ഒരു ഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി മക്കൾക്കും പേരമക്കൾക്കും അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും പറഞ്ഞ് കേട്ട് പഠിച്ചുകൊണ്ടാണ് താബിഈങ്ങൾ വളർന്നു വന്നത്. ആ താബിഈങ്ങളിൽ നിന്ന് അത് കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടാണ് താബിഈങ്ങൾ വളർന്നു വന്നത്. അപ്പോൾ വെറും ഖുർആൻ പഠിച്ചത് കൊണ്ട് മാത്രം ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന രീതി ഇവിടെ കാണാൻ കഴിയില്ല. മറിച്ച് അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കാണണം. തങ്ങളിലൂടെ കാണാൻ ഞങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, തങ്ങളെ കണ്ടവർ സ്വഹാബത്താണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ നമ്മൾ പഠിച്ചേ പറ്റൂ. സ്വഹാബത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. സ്വഹാബത്തിനെ കാണാത്ത നമുക്ക് താബിഈകളെ പഠിക്കണം. താബിഈങ്ങളെ കണ്ടവർ താബിഈകളാണ്, അവരെ പഠിക്കണം. അവരെ കണ്ടവരാണ് ഇമാമിയങ്ങൾ, അവരെ പഠിക്കണം. ആ ഇമാമിയങ്ങളെ പിന്നിൽ വന്ന അയിമ്മത്ത് അവരെ പിന്തുടർന്നവരാണ്. ചുരുക്കത്തിൽ കണ്ണിമുറിയാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന ശൃംഖലയാണ് ചരിത്രമെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാം.
ചരിത്രമില്ലാത്ത ഇസ്ലാമില്ല. പാരമ്പര്യത്തിലൂടെ അല്ലാതെ ദീൻ സ്ഥാപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ കഥ പറച്ചിലായി കാണാതെ വെറുതെ അല്ല. ഇതിൻ്റെ സംഘാടകർ വളരെ പ്രധാനപ്പെട്ട റമദാൻ മാസം അസ്ർ നിസ്കരിച്ച് അല്പസമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഖുർആൻ ക്ലാസ് നടത്തിക്കൂടെ, ഖുർആൻ ക്ലാസ് നടത്തിക്കൂടെ അല്ല, ഫിഖ് ക്ലാസ് നടത്തിക്കൂടെ, ഒക്കെ വേണം. അതിനേക്കാൾ ഒട്ടും പിന്നിലും പുറകിലുമല്ലാത്ത ഒരു പക്ഷേ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ചരിത്ര പഠനം. അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് പറയാൻ പറ്റുന്നത് അല്പസമയം ദിവസം കുറേശ്ശെ അങ്ങനെ പറയാം. ഞാൻ ആമുഖം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ തുടങ്ങിയപ്പോൾ ഓതിയല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ ഉൽപ്പത്തി അമീബയിൽ നിന്നിട്ടുണ്ടായി, മറ്റേ ബിഗ് ബാങ്ങിൽ നിന്നിട്ടുണ്ടായി എന്നൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്ലാം ഇതിനെ എങ്ങനെ വീക്ഷിക്കുന്നു അതൊന്ന് മനസ്സിലാക്കാൻ വന്നല്ലോ. എന്നിട്ട് നമ്മളെ വിഷയത്തിലേക്ക് വരും. ആമുഖം എന്ന് പറയുള്ളൂ. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, കുന്തു കൻസൻ മഖ്ഫിയൻ, അപ്രത്യക്ഷമായി കിടക്കുന്ന, ആരാലും അറിയപ്പെടാത്ത, ആരുമില്ലാത്ത ഒരു നിക്ഷേപമായ നിധി കണക്കെ ഞാൻ മാത്രമായിരുന്നു ഒരു ഘട്ടത്തിൽ. അന്ന് അള്ളാഹു അല്ലാതെ ആരുമില്ല. അള്ളാഹുവിനെ അറിയാനോ അള്ളാഹുവിനെ അനുസരിക്കാനോ അവന് ആരാധന ചെയ്യാനോ ലോകമില്ല, ലോകത്താരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കാൻ. ഒന്നുമില്ല, ആകാശവുമില്ല, ഭൂമിയില്ല, അർശുമില്ല, കുർസുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല. റബ്ബാവുന്ന തമ്പുരാൻ മാത്രം. അതാ കുന്തു കൻസൻ മഖ്ഫിയ, ഒളിച്ചു വെക്കപ്പെട്ട അപ്രത്യക്ഷമായ ഒരു നിധിയായിരുന്നു ഞാൻ. ഫഅഹ്ബബ്തു അൻ ഉദ്ഹറ, എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ കാരുണ്യവും എന്നെയും ഇവിടെ അറിയിക്കപ്പെടണം, പ്രത്യക്ഷമാക്കപ്പെടണം എന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഫഖലഖ്തുൽ ഖൽഖ, അതിനു വേണ്ടിയാണ് ഈ സൃഷ്ടിജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനറിയാം. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ മൊത്തം സൃഷ്ടിപ്പിന്റെ രഹസ്യം ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാത്, 7 വാനലോകങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വമിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയും തന്നെ സമാനമായി 7 ഭൂമിയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. യതനസ്സലുൽ അംറു ബൈനഹുന്ന, ഈ ആകാശ ഭൂമികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിതഅലമു, ബുദ്ധിയുള്ള മനുഷ്യരും ജിന്നുകളുമാവുന്ന ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സർവശക്തനാണ്. വഅന്നഹു ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാത്തിനെ പറ്റിയും വിശാലമായ അറിവുള്ള സർവജ്ഞനാണ്. അള്ളാഹു സർവശക്തനാണെന്നും അള്ളാഹു സർവജ്ഞനാണെന്നും അള്ളാഹു ആരാണെന്നും അറിയാൻ വേണ്ടിയാണ് ആകാശഭൂമികളും അതിലുള്ള ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് ഈ ആകാശഭൂമികളുടെ സംവിധാനത്തെ നിലനിർത്തിയത് എന്നാണ് ഈ ഒരൊറ്റായത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. ആ ആശയം തന്നെ നേരത്തെ പറഞ്ഞ. അപ്പോ ആകാശവും ഭൂമി ഉണ്ടായത് ബിഗ് ബാങ്ങിലൂടെയല്ലേ? അത് ശാസ്ത്രീയ വിഷയത്തിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. ശാസ്ത്രമാണോ അല്ലേ എന്ന് പിന്നെ തീരുമാനിക്കുക. ചരിത്രത്തിന്റെ തുടക്കം ബിഗ് ബാങ്ങിൽ നിന്നാണോ അല്ലേ എന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, ബിഗ് ബാങ് ആണ് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്നത് തികച്ചും ബുദ്ധിശൂന്യവും അർത്ഥരഹിതവും ചിന്താശൂന്യവുമായ ഒരു അന്ധവിശ്വാസം മാത്രമാണ്. അതിന് ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെയും ഏറ്റവും വലിയ അന്ധവിശ്വാസം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം തെളിയണ്ടേ, അതല്ലേ ശാസ്ത്രം എന്ന് പറയുന്നത്. ബിഗ് ബാങ് തിയറിയിൽ എവിടെ ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു തത്വം?
അനാദികാലത്ത് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഏതുമില്ലാത്ത സമയത്ത് അജ്ഞാതമായ ഏതോ ദ്രാവങ്ങളിൽ നടന്ന ഒരു മർദ്ദം കാരണം ഉണ്ടായിത്തീർന്ന ഒരു വൻ സ്ഫോടനത്തെക്കുറിച്ചാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വാതകങ്ങൾ ഉണ്ടല്ലോ, പിന്നെ ശൂന്യതയല്ലല്ലോ. ആ വാതകങ്ങൾ എങ്ങനെ ഉണ്ടായി? അതിന് മറുപടി ഇല്ല. ഈ വാതകങ്ങളിൽ ഉണ്ടായ മർദ്ദം, എങ്ങനെ മർദ്ദം ഉണ്ടായി? വെറുതെ മർദ്ദം ഉണ്ടാവുമോ? ഈ മർദ്ദം എങ്ങനെ ഉണ്ടായി? അതിന് മറുപടി ഇല്ല. അപ്പൊ ഈ രണ്ട് അബദ്ധധാരണയിൽ നിന്നിട്ട് നമ്മൾ ഊഹിച്ചെടുത്ത ഒരു പൊട്ടിത്തെറി, ആദ്യം അത് രണ്ട് സ്ഥിരപ്പെടുത്തി തരിങ്ങൾ. ഏത്? ഈ മർദ്ദം കാരണമില്ലാതെ ഉണ്ടാകും എന്ന്. കാരണമില്ലാതെ ഉണ്ടാകുന്ന ഒരു മർദ്ദം, അങ്ങനെ ഒരു സാധനം ലോകത്തുണ്ടോ? ശാസ്ത്രത്തിലാ ചോദ്യം. ശാസ്ത്രത്തിൽ കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. എങ്കിൽ ഈ മർദ്ദം എങ്ങനെ ഉണ്ടായി? തന്നെയല്ല, ഏതോ ചില വാതകങ്ങളിലാണ് ഉണ്ടായത്. ഈ വാതകം എങ്ങനെ ഉണ്ടായി? അത് പറയാത്തോടത്തോളം അതിനറിയില്ല. അപ്പൊ ഖുർആനും ഇല്ല ഉസ്താദേ, വാൽദറിയും ഉസ്താദന്മാരൊക്കെ പറയലുണ്ടല്ലോ, അവരം നറല്ലദീന കഫറു അന്നസ്സമാവാതി വൽഅർള കാനതാ റത്ഖൻ ഫവതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ തഖിലൂൻ. ഖുർആനായത്ത് പഠിക്കാതല്ല പറഞ്ഞ്, പഠിച്ചുകൊണ്ടാ പറയുന്നത്. അവരം നറല്ലദീന കഫറു, അവിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തിട്ടില്ലേ? അന്നസ്സമാവാതി വൽഅർള കാനതാ റത്ഖാ, ആകാശവും ഭൂമിയും. എങ്ങനെ അവരർത്ഥം വെക്കുക? ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, അതിനെ നാം പിളർത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള സർവ്വവസ്തുക്കളെയും ജലാംശത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു. ഇതിലില്ലേ? ഏലുണ്ട്. അപ്പൊ ആകാശം ആദ്യം ഇവിടെ ഉണ്ട്, ഭൂമി ഇവിടെ ഉണ്ട്. നിലവിലുള്ള ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നിട്ടുമാണ് അല്ലാഹു തആല ഫത്ഖ് ചെയ്തത്. ഇതിന് മഹാന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ പറഞ്ഞൊരർത്ഥമുണ്ട്. അതെന്താണെന്നറിയോ? ആകാശലോകത്ത് നിന്ന് മഴ വർഷിക്കാറുണ്ടായിരുന്നു ആദ്യകാലത്ത്. ജലത്തിന്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് ഭൂമിയിൽ സസ്യലതാദികളൊന്നും മുളക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ മഴശൂന്യമായ ആകാശവും സസ്യലതാദികളെ തൊട്ട് ശൂന്യമായ ഭൂമിയും കാരണം വരണ്ട് കിടക്കുകയാണ്. ഇപ്പില്ലേ ഈ ഗോളങ്ങളിലൊക്കെ ചൊവ്വ വരെ പര്യവേക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാനാണ് ശാസ്ത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ജീവന്റെ തുടിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവാം. ജലത്തിന്റെ സാന്നിധ്യമില്ലാതെ ജീവന്റെ തുടിപ്പില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ഈ ലോകത്ത് വെള്ളമില്ല, ജലത്തിന്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളില്ല. ജീവജാലങ്ങൾ ഉണ്ടാവണമെങ്കിൽ വെള്ളവും സസ്യലതാദികളും വേണം. ഇതില്ല. അങ്ങനെ അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്താവുന്ന മഴ ആകാശലോകത്തിൽ നിന്നും വർഷിച്ചു. ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചപ്പോൾ ഭൂമി സ്വാഭാവികമായും ജലത്തിന്റെ സാന്നിധ്യമുണ്ടായി. അങ്ങനെ ഭൂമി വികസിച്ചു. ഭൂമിയിൽ നിന്നിട്ട് സസ്യലതാദികൾ ഉണ്ടായി. അതിൽ നിന്നിട്ട് പഴങ്ങളും ധാന്യങ്ങളും ഉണ്ടായി. അതിലൂടെ കാലക്രമേണ ജീവജാലങ്ങളുണ്ടായി. ഇതാണ് അവസാനം അല്ലാഹു തആല പറയുന്നത്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള സകലമാന വസ്തുക്കളെയും ജലത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെവിടെ കിടക്കണ്? ബിഗ് ബാങ് തിയറി എവിടെ കിടക്കുന്നത്? അത് രണ്ടും രണ്ടാണ്. മറിച്ച് ഇതിനൊരു തിയറി ഉണ്ട്. ആ ഒരു തിയറി ബഹുമാനപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും ഇരിക്കുമ്പോൾ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു സംശയം ചോദിക്കുകയുണ്ടായി. യാ റസൂലല്ലാഹ്, മാ അവ്വലു ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ് തിരുനബിയെ? ജാബിർ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ്? സൃഷ്ടിന്റെ തുടക്കം അവിടെ നിന്ന് ആ ചരിത്രം തുടങ്ങുന്നത്. നമ്മളെ പറച്ചിൽ അവിടേക്കൊന്നും പോകില്ല, പക്ഷെ എന്നാലും ആമുഖം പറയാതെ പോകാൻ വയ്യല്ലോ. ചരിത്രം തുടങ്ങുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലൂടെയാണ്. സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ എന്താണ്? അവ്വലു മാ ഖലഖല്ലാഹു നൂർ നബിയിക യാ ജാബിർ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട ജാബിറെ,
അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിന്റെ പ്രാരംഭം തുടക്കം കുറിച്ചത് നിന്റെ പ്രവാചകനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന എൻ്റെ നൂറിനെയാണ് അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത്. അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. എന്താണ് നൂറ്? അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് ചിന്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ചെറിയ കുട്ടികളായാലും അവർക്ക് അത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നൂർ എന്ന് പറയുന്നതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം എന്നതിന് പരിഭാഷപ്പെടുത്തലുണ്ട്. ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ വിപരീതം പറയുന്ന വെളിച്ചമല്ല അവിടെ ഉദ്ദേശം. മറിച്ച് ഇല്ലായ്മ എപ്പോഴും ഇരുട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്ന ഉണ്ടാവൽ അഥവാ വുജൂദ് എപ്പോഴും നൂറാണ്. വുജൂദ് എപ്പോഴും നൂറാണ്. ഒരു വസ്തുവിൻ്റെ ഇല്ലാണ് അതിൻ്റെ ശരീരമെങ്കിൽ അതിൻ്റെ ഹഖീഖത്താണ് അതിൻ്റെ യഥാർത്ഥ വുജൂദ്. ആകയാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്ത് മുഹമ്മദിയത്തും ഹഖീഖത്ത് അഹ്മദിയത്തുമാവുന്ന ആ നൂറാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത്. അത് എന്ത് എന്ന് വ്യാഖ്യാനിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമല്ല. അങ്ങനെയുണ്ടല്ലേ, ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടല്ലോ. ഈ ഹഖീഖത്ത് ഒരാൾക്ക് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ശരീഅത്ത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ത്വരീഖത്തിലൂടെ മുന്നേറി എത്തിച്ചേരുന്ന ഒരു നൂറാണ്. ആ നൂറിലെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ അവൻ്റെ മുന്നിൽ ബോധ്യപ്പെടും. ഇതാണ് ഹഖീഖത്ത്. ഏത് വസ്തുവിൻ്റെയും വസ്തുത ബോധ്യപ്പെടുക എന്നതുപോലെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറയുന്ന അസ്ല്, അതാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പേരായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്മദ് എന്ന് പേര് വരാൻ കാരണം. അഹ്മദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കറിയാം, ഹംദിന്റെ അഫ്അല തഫ്ളീലിന്റെ സീഗയാണ്. ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്യുന്നത് അഹ്മദ് അല്ലേ. തഫ്ളീൽ പിന്നെ അഹ്മദ് അഫ്ളലു ബാബു. ഏറ്റവും കൂടുതൽ അള്ളാഹു പടച്ച അന്ന് തൊട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ല, അർശില്ല, കുർസില്ല, മലായിക്കത്തില്ല, ഭൂമിയില്ല, ആകാശമില്ല, വെള്ളമില്ല, വായുവില്ല. അള്ളാഹു അല്ലാത്ത രണ്ടാമതൊരുത്തനില്ലാത്ത കാലത്ത് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഹഖീഖത്ത് മുഹമ്മദിയത്താണ്. ആ ഹഖീഖത്ത് മുഹമ്മദിയത്ത് അന്ന് തൊട്ട് തുടങ്ങി അള്ളാഹുവിനെ സ്തുതിക്കാൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ച ആള് എന്നർത്ഥത്തിൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒന്നാമത്തെ സൃഷ്ടി. ആ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കണ്ട് കാണപ്പെട്ടതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചങ്ങളെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്ത് അത് നമ്മളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പറയുന്നു കാണാം, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുന്നുണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ ഹഖീഖത്ത് അഹ്മദിയത്തിൻ്റെ ഒരു നൂറ് ഈ സൃഷ്ടികളിൽ മുഴുവനുമുണ്ട്. ആ നൂറ് കണ്ടെത്തിയവരൊക്കെ മുഅ്മിനുകളാണ്. ആ നൂറ് കണ്ടെത്താൻ ഭാഗ്യം ലഭിക്കാത്തവർ മുഅ്മിനുകളാകാൻ നിവൃത്തിയില്ല, അവർ അവിശ്വാസികളായി പോകുന്നു. അവരിലും ആ നൂറുണ്ട്. നൂറൊരു വിഭാഗത്തിന് മാത്രം കൊടുത്തതല്ല, മറിച്ച് ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്ന് പറയുന്ന ആ നൂറ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, എല്ലാവരിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ട്. ആ നൂറില്ലാത്ത ഒരൊറ്റ ബുദ്ധിജീവിയും ഈ ലോകത്തില്ല. എന്ന് വേണ്ട ചരാചരങ്ങളായ ജീവനുള്ളതും ജീവനില്ലാത്തതും ബുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ ഒന്നും ആ നൂറിൽ നിന്ന് മുക്തമല്ല. ഇതൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി ഇമാം അബ്ദുർ റസാഖ് റഹ്മഹുല്ലാ തൻ്റെ അൽ മുസന്നഫ് എന്ന ലോകപ്രസിദ്ധ കിതാബിൽ
ഉദ്ധരിക്കുന്ന അവലുമാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ എന്ന ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിലുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകൾ ഇടക്കാലത്ത് വെച്ച് മുസന്നഫിന്റെ 14ഓളം പേജുകൾ തന്നെ ഒന്നിച്ചു കട്ട് ഒരു ഹദീസ് മാത്രം എടുത്തു കളയാൻ പ്രയാസമുള്ളത് കൊണ്ട് അത് ഉൾക്കൊള്ളുന്ന 14 പേജ് തന്നെ പൂർണ്ണമായും കട്ടുകളഞ്ഞ് പ്രിന്റ് ചെയ്ത് ഇവിടെ കൊടുത്ത് ഇടക്കാലത്ത് ചോദിച്ചാൽ മുസന്നഫ് അബ്ദുൽ റസാഖിൽ ഉണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ മുസന്നഫ് എടുത്തിട്ട് വരും. എന്നിട്ട് ഇതാ മുസ്ലിയാർ നിങ്ങൾ പറഞ്ഞ മുസന്നഫ് അബ്ദുൽ റസാഖാണിത്, ഇതിലങ്ങനെ ഒരു ഹദീസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ തൽക്കാലം ചിന്തിക്കാത്ത ആൾ ബേജാറാകാൻ അത് മതി. പക്ഷേ ഇമാം ഖസ്തല്ലാനി ഉൾപ്പെടെ നൂറുകണക്കിന് മുഹദ്ദിസീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയും അതിൻ്റെ സനദ് സഹിതം വ്യക്തമായി പറയുകയും ചെയ്തിട്ട് എന്തേ അതില്ലാതായിപ്പോയി അബ്ദുർ റസാഖിൽ. ഖസ്തല്ലാനിക്ക് കിട്ടിയ അബ്ദുർ റസാഖിൽ അതുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ അബ്ദുർ റസാഖിൽ അതില്ല. അവസാനം UAE ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉലമാക്കന്മാർ പഠനം നടത്തി പഴയ കോപ്പികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥശാലകൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് കോപ്പിയെടുത്ത് ആ 14 പേജ് ഉൾപ്പെടെയുള്ള മുസന്നഫ് അബ്ദുർ റസാഖ് ഇന്ന് ലഭ്യമാണ്. അതിൽ ഹദീസ് ഉണ്ടാണ്, പഴയയിലുണ്ട് പുതിയയിലുണ്ട്. ഇടക്കാലത്ത് ചില ആളുകൾ ബോധപൂർവം കട്ടുവെച്ചതായിരുന്നു. ആ വിഷയം നമ്മൾ നീട്ടി പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടാണ് ചരിത്രം തുടങ്ങുന്നത്, അവിടെ നിന്നാണ് പ്രപഞ്ചം തുടങ്ങുന്നത്. പിന്നീട് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 6 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് 6 ദിവസം കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയത്. 6 ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, അതുകൊണ്ട് തന്നെ രാപ്പകലുകളുടെ മാറ്റം അറിയാൻ സാധ്യമല്ല. എന്നാൽ അല്ലാഹു തആല ആവർത്തിച്ച് 6 സ്ഥലത്ത് 6 ദിവസങ്ങളിലായി പടച്ചു എന്ന് പറയുമ്പോൾ ഏതാറ് ദിവസമാണെന്ന് കൃത്യമായി നമുക്കത് പറയാൻ കഴിയില്ല. ഏതായാലും വിവിധ ഘട്ടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ്, ആകാശവും അതിലുള്ള ധാരാളം കോടാനുകോടി മലായിക്കത്തും എന്നല്ല നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭീമാകാരങ്ങളായ സൃഷ്ടിജാലങ്ങളും ഉപരിലോകത്ത് പടച്ചതോടുകൂടി തന്നെ ഭൂമിയിൽ വെള്ളവും സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം നിറച്ചു. ഈ ലോകത്ത് വേണ്ടതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനമായി ഞായറാഴ്ച രാവിലെ സൃഷ്ടിക്കാൻ തുടങ്ങിയ റബ്ബ് തആല വെള്ളിയാഴ്ച അസറോടുകൂടി സൃഷ്ടിപ്പെല്ലാം പൂർത്തിയാക്കി. അങ്ങനെയാണല്ലോ 6 ദിവസം പോയാ. ഈ വെള്ളിയാഴ്ച എന്നതിന് നിങ്ങൾ അർത്ഥം പറയണ്ട. ചുരുക്കത്തിൽ ഞായറാഴ്ച സൃഷ്ടിക്കാൻ തുടങ്ങിയ റബ്ബ് തആല ഈ ലോകത്തുള്ള കണ്ടതും കാണപ്പെടാത്തതുമായ മുകളിലും താഴെയുള്ള എല്ലാ സൃഷ്ടികളെയും പഠിച്ചു, ഒന്നൊഴിയാതെ. അവസാനം വെള്ളിയാഴ്ച അസറിന് ശേഷം മഗ്രിബോട് അടുത്ത സമയത്താണ് അവസാനത്തെ സൃഷ്ടിയായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ആകസത്തായ മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യന് ശേഷം ഇനി പുതിയ സൃഷ്ടിക്കാനില്ല. ഭൂമിയിലുമില്ല, ആകാശത്തിലുമില്ല. ആകാശഭൂമികളിലുള്ളത് സ്വർഗവും നരകവും ഉൾപ്പെടെയുള്ള എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് ഒരുക്കിയതിനു ശേഷമാണ് അവസാനമായി വെള്ളിയാഴ്ച മഗ്രിബിന്റെ തൊട്ടു മുമ്പായി അസറിന്റെ ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഒരു ആഴ്ചയിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ആവുകയും ആ വെള്ളിയാഴ്ച ദുആക്കുത്തലുള്ള സമയം വിവിധങ്ങളായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അസറിന്റെ ശേഷം മഗ്രിബോടടുത്ത സമയമാണ് ആ സമയമാകാൻ ഏറ്റവും സാധ്യത എന്ന് മഹാന്മാർ പറയാൻ കാരണം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച ആ ദിവസം വെള്ളിയാഴ്ച അസറിന്റെ ശേഷം മഗ്രിബോടടുത്ത സമയമാണെങ്കിൽ അതിനുശേഷം പിന്നെ സൃഷ്ടിയൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ ഞായറാഴ്ച കൊണ്ട് സൃഷ്ടിപ്പ് തുടങ്ങി, വെള്ളിയാഴ്ച മഗ്രിബിന് മുമ്പ് എല്ലാം പൂർത്തിയാക്കി അവസാനത്തെ സൃഷ്ടിയായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ വസ്തുക്കളെയും ഖലഖലകും മാ ഫിൽ അർദി ജമിഅ. ആദം സന്തതികളോടാണ്, നമ്മളോട് മാത്രമല്ല. ആദം നബി അലൈഹിസ്സലാം ഉൾപ്പെടെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോടാണ് പറയുന്നത്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅ. ഭൂമുഖത്തുള്ള കാണുന്നതും കാണാത്തതുമായ
എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സേവനത്തിന് വേണ്ടി, നിങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനെയോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യുക, അതാണ് നിങ്ങളുടെ ധർമ്മം. അപ്പോൾ എല്ലാ മലായിക്കത്ത് ഉൾപ്പെടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായ മുഖറബുകളായ മലായിക്കത്ത് ഉൾപ്പെടെ മനുഷ്യൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മറ്റെല്ലാ ജീവജാലങ്ങളും ചരാചരങ്ങളും ഒക്കെയും മനുഷ്യൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിൻ്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയണം, തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്നും തൻ്റെ ലക്ഷ്യമെന്താണെന്നും പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആദ്യമായി ഈ ലോകത്ത് വന്ന മനുഷ്യനെ തന്നെ ആദ്യത്തെ നബിയും റസൂലുമാക്കി അള്ളാഹു അയച്ചു. കാരണം അത് ബുദ്ധി കൊണ്ട് മാത്രം എത്തിക്കാൻ പറ്റുന്ന സംഗതികളല്ല. എത്ര സമ്പൂർണ്ണ ബുദ്ധിമാനായാലും, എത്ര വലിയ സമ്പൂർണ്ണ ചിന്തകനായാലും, ദുനിയാവും ആഖിറവും സുരക്ഷിതമായി, ദുനിയാവും ആഖിറവും വിജയിക്കുന്ന വിജയകരമായ ഒരു ജീവിത ചിട്ട രൂപപ്പെടുത്തിയെടുക്കാൻ മാത്രം വളർന്നവനല്ല മനുഷ്യൻ. കാരണം മനുഷ്യന് സ്വമേധയാ വളരെ തുച്ഛമായ അറിവേ ഉള്ളൂ. അതുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തിയെടുക്കുക സാധ്യമല്ല. അത് അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുത്തു. ആദ്യത്തെ മനുഷ്യനെ തന്നെ ആദ്യത്തെ നബിയും റസൂലുമാക്കി അയച്ചു. അവിടുന്ന് നിരന്തരം അംബിയ മുർസലുകളിലൂടെ, അവരുടെ അനുയായികളാകുന്ന സ്വാലിഹീങ്ങളിലൂടെ ദീനിൻ്റെ ചിട്ട ഈ ലോകത്ത് നിലനിർത്തി ഇനി പുതിയൊരു വികസനത്തിന് സാധ്യതയില്ലാത്ത വളർച്ചയുടെ പൂർണ്ണഘട്ടത്തിലെത്തിയ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇനി അതിൻ്റെ മേപ്പെട്ട് മനുഷ്യൻ വളരാനില്ല. വളർച്ചയുടെ പൂർണ്ണതയിലെത്തിയപ്പോൾ എല്ലാ കാലത്തേക്കും മതിയാവുന്ന, എല്ലാ ജനവിഭാഗത്തിനും മതിയാവുന്ന, എല്ലാ ഭൂപ്രദേശത്തിനും അനുയോജ്യമാവുന്ന സമ്പൂർണമായ ദീൻ ഇസ്ലാമിൻ്റെ വ്യവസ്ഥിതിയിലൂടെ വിശുദ്ധ ഖുർആനും സുന്നത്തിലൂടെയും അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സമർപ്പിച്ച ദീൻ, ചുരുക്കി അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ചരിത്രം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പോന്നു. സഹാബത്ത് അത് തന്നെ ഖുലഫാഉർ റാഷിദുകളിലൂടെ, പിന്നെ അവിടെ നിന്ന് വന്ന ഉമവി ഖലീഫമാരിലൂടെ, അനന്തരം അബ്ബാസി ഖലീഫമാരിലൂടെ, അനന്തരം ഉസ്മാനി ഖിലാഫത്ത്, ഒട്ടോമൻ ഖിലാഫത്ത് എന്ന് പറഞ്ഞ ഉസ്മാനി ഖിലാഫത്തിലൂടെ ലോകത്ത് തൊട്ടടുത്ത കാലം വരെ നിലനിന്ന ഇസ്ലാമിക വ്യവസ്ഥിതി, അതിന് മഹാന്മാരായ സഹാബത്ത്, താബിഈങ്ങൾ, അയിമ്മത്തുൽ അർബഅത്ത്, അതുപോലെ തന്നെ അഖ്താബുൽ അർബഅത്ത് തുടങ്ങിയ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കന്മാരും ആ ദീനിനെ സ്വന്തം ഉൾക്കൊണ്ട് ജനത്തിന് കാണിച്ചു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത് നിലനിർത്തി പോന്ന ഈ ദീൻ, ആ ദീനിൻ്റെ ജീവിക്കുന്ന പഴയ താളുകൾ, അതൊന്ന് മറച്ചു നോക്കലാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അത് ചെറിയ ഒരു മണിക്കൂർ കൊണ്ടിട്ട് ഒരു മാസം പറഞ്ഞാൽ എവിടെയും ചരിത്രം എത്തൂല. അതുകൊണ്ട് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പറയുന്ന, അന്നിപ്പം ചരിത്രം ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് ആമുഖം പറഞ്ഞതാണ്. പറയുന്ന ഭാഗം ഞാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം ഇവർ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർ സഖാഫിസ്താദൊക്കെ പറഞ്ഞിരുന്നു 30 ദിവസങ്ങളിലായി 30 മഹാന്മാരെ പരിചയപ്പെടുക. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ വലിയ പഠനമർഹിക്കുന്ന, വിശാലമായി മനസ്സിലാക്കേണ്ട വലിയ വ്യക്തിത്വങ്ങളുണ്ടവർ. 1 മണിക്കൂർ സമയം കൊണ്ട് അവരെ പരിചയപ്പെട്ടു പോയാൽ ഒന്നും ആവില്ല. അപ്പം അതിനേക്കാൾ ഫലപ്രദം ഒരാളെപ്പറ്റി തന്നെ പ്രധാനപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ, ദിവസങ്ങളായിക്കോട്ടെ, ഒരു ദിവസം കുറച്ച് ഭാഗം പറഞ്ഞാൽ അടുത്ത ഭാഗം പിറ്റേ ദിവസം പറയാം, അടുത്ത ഭാഗം പിറ്റേ, അങ്ങനെ 3, 4, 5 ദിവസം ഒരാളെപ്പറ്റി തന്നെ വിവിധ ഭാഗങ്ങൾ പരാമർശിച്ച് അതിനുശേഷം അടുത്ത ആൾ, അതിനുശേഷം അടുത്ത ആൾ, ഇങ്ങനെ പോയാൽ പറഞ്ഞു പോരുന്ന ഭാഗത്തെ പറ്റി ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അങ്ങനെയായിരിക്കും കൂടുതൽ ഫലപ്രദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് 2 രീതിയാണുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കുക. ചരിത്രം പറയല്ല, പഠിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രവും അതിനുള്ള ഗുണപാഠങ്ങളും മനസ്സിലാക്കുക. പക്ഷേ അതിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ റമളാൻ കയ്യോളും അത് തന്നെ പറയേണ്ടി വരും, വേറെ ഒന്നും കിടക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ പിന്നത്തെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് പരിചയപ്പെടുത്തിയ സ്വഹാബത്താണ്.
ആ സഹാബത്തിലെ പ്രമുഖന്മാരായ ഖുലഫാഉൽ അർബഅത്ത്, അതുപോലെ തന്നെ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സഹാബാക്കളിലൂടെ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പഠിക്കാൻ ശ്രമിക്കുക. അത് ഉൾക്കൊണ്ട അയിമ്മത്തുൽ അർബഅത്ത് അവരെങ്ങനെയാണ് ഇത് ഉൾക്കൊണ്ടത് എന്നും എങ്ങനെയാണ് ഇവിടെ എത്തിച്ചു തന്നത് എന്നും പഠിക്കുക. ഇതിൻ്റെ ആകത്തുകയാവുന്ന ആത്മീയ വശമാവുന്ന അർബഅത്തുൽ അഖ്താബ്, ഔലിയാക്കന്മാരുടെ നേതാക്കൾ, അവരെങ്ങനെ ഇത് ഉൾക്കൊണ്ടു ഇവിടെ എത്തി എന്ന നിലക്ക് ഇങ്ങനെ ഒരു ഓടിപ്പോരുന്ന ഒരു പോരലും ആവാം. രണ്ടാമത്തെ മാർഗമായിരിക്കും കുറെ കൂടി നന്നാവുക എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഉത്തരവാദപ്പെട്ടവരോ ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ളവരോ ആയ ആരായാലും വേണ്ടി ഈ ഇരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഇന്ന രീതിയിലാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം അനുസരിച്ച് ഞാൻ പറയാൻ തയ്യാറാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പഠനത്തിന് ഇറങ്ങിയാൽ പിന്നെ മറ്റൊന്നിനും കിടക്കാൻ കഴിയില്ല. 30 ദിവസം പറഞ്ഞാലും ഒരു ഭാഗം എത്തുള്ളൂ. അത് വളരെ ഫലപ്രദമാണ്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഖുലഫാഉർ റാഷിദുകളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച മുഖ്യ ഏജൻസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ ഏറ്റെടുത്ത് അതിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തനിപ്പകർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്കെച്ച് കോപ്പിയായിട്ട് 30 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ഇസ്ലാം, ഖുർആൻ, സുന്നത്ത് എന്താണ് എന്ന് ലോകത്ത് പ്രചരിപ്പിച്ച മഹത്തുക്കളാണ് ഖുലഫാഉൽ അർബഅത്ത്. അവിടെ നിന്നിങ്ങോട്ട് ഭരണാധികാരികളുണ്ട്. ഭരണാധികാരികളുടെ ചരിത്രം പറഞ്ഞാൽ നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകില്ല. പിന്നെ ഇതിൻ്റെ ആകത്തുക ഇസ്ലാം എന്താണ്, ഖുർആൻ എന്താണ്, സുന്നത്ത് എന്താണ്, എങ്ങനെയാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു തന്നവരാണ് മദ്ഹബിൻ്റെ ഇമാമുകളാവുന്ന അയിമ്മത്തുൽ അർബഅത്ത്. അത് ജീവിച്ച് ആത്മീയ ലോകത്തിലൂടെ ഇസ്ലാമിൻ്റെ നവചൈതന്യം എന്നും നിലനിർത്താൻ വേണ്ടി ലോകത്ത് വഴികൾ വെട്ടിത്തെളിച്ചു തന്നവരാണ് അഖ്താബുകൾ. അപ്പോൾ തന്നെ നമുക്കൊരു മാസം കഴിയും. ഈ രണ്ടാമത്തെ വഴി ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആട്ടെ, ഞാൻ സഖാഫി ഉസ്താദോ മറ്റവരൊക്കെ ആയിട്ട് ഇന്ന് ചർച്ച ചെയ്തിട്ട് നാളെ മുതൽ രണ്ടാലൊരുത്തിന്ന് തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി തുടങ്ങിയാൽ അങ്ങനെയാണോ താല്പര്യമെങ്കിൽ 30 ദിവസം അത് തന്നെ ഉണ്ടാവും, വേറെ ഒന്നും കിടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഖുലഫാവ് മുതൽക്ക് അയിമ്മത്തുൽ അർബഅത്ത്, അഖ്താബുൽ അർബഅത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇമാമിയങ്ങൾ അവരാണല്ലോ യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് എത്തിച്ചു തന്നത്. ആ കാലത്തെ പറ്റി ചരിത്രം പൂർണ്ണമായിട്ട് പഠിക്കണം. അതിന് കൊല്ലങ്ങൾ നമ്മൾ മെനക്കെട്ടെങ്കിലേ സാധ്യമാവുള്ളൂ. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബേജാറായിട്ട് എവിടുന്നാണ് നമ്മൾ വന്നതെന്നും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നും എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധം പോലും നമുക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥ. പൂർവ്വകാല മഹത്തുക്കളുടെ ചരിത്രം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് നമുക്കൊന്നും അറിയില്ല. നമ്മളതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കണമെങ്കിലും അതിൻ്റെ ആത്മീയതയും ചൈതന്യവും ഇവിടെ സജീവമാകണമെങ്കിലും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ അനുസ്മരിച്ച് അവരുടെ ജീവിതത്തിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കി അത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അതിലൂടെ ഇവിടെ ജീവിതത്തിന്, ദീനിന് ഇനി പുതിയൊരു ഹയാത്ത് സാധ്യമാവുകയുള്ളൂ. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹാ അവ്വലുഹാ. മുസ്ലിം സമുദായത്തിൻ്റെ ആദ്യ ഘട്ടം എങ്ങനെയാണോ നന്നായി തീർന്നത് ആ ഒരു മാർഗത്തിലൂടെയല്ലാതെ അവസാന ഘട്ടം നന്നാവാൻ നിവൃത്തിയില്ല. ഇന്ന് ലോകം നന്നാവണമെങ്കിൽ സ്വഹാബത്തെ എന്ത് മാർഗമായിരുന്നു സ്വീകരിച്ചിരുന്നത്, അയിമ്മത്തുൽ അർബഅത്ത് എന്ത് മാർഗമായിരുന്നു സ്വീകരിച്ചിരുന്നത്, അഖ്താബുൽ അർബഅത്ത് എന്ത് മാർഗമായി സ്വീകരിച്ചിരുന്നത്, അത് മനസ്സിലാക്കി ആ വഴിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടല്ലാതെ ഒരു നവോത്ഥാനം സാധ്യമല്ല എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന അസറിൽ കാണാം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ചരിത്ര പഠനം ഇസ്ലാമിൻ്റെ നവചൈതന്യത്തിന് അനിവാര്യമാണ്. വെറും പഠിച്ചാൽ പോരാ, പഠിച്ചത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ സാധിക്കില്ല? തീർച്ചയായിട്ടും സാധിക്കും. ആ വഴി ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് നമ്മുടെ വർത്തമാനത്തെയും ഉറ്റുനോക്കുന്ന ഭാവിയെയും ഭാസുരമാക്കാൻ മറിഞ്ഞുകിടക്കുന്ന മാളിയുടെ കഴിഞ്ഞകാല ചരിത്രത്തിൻ്റെ ഏടുകൾ തുറന്നു വെച്ച് പരിശോധിച്ച് മാതൃകാപരമായത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരു പുതിയ മുന്നേറ്റത്തിനും പുതിയൊരു നവചൈതന്യത്തിനും കാരണമാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 104 കിതാബുകളും റമദാനിൽ അല്ലാഹ് ഇറക്കിയത്.
ഉൻസില ഫീൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല 104 കിതാബുകളും അല്ലാഹു ഖുർആൻ ഇറക്കിയതുപോലെ തന്നെ റമളാനിൽ ഇറക്കിയത്. അതിന് നബി അലൈഹി സ്വലാമിന് 10 ഏട് ഇറക്കി കൊടുത്തത് റമളാൻ 1-ന്റെ അന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖുർആൻ ഇറക്കിയത് 24 കഴിഞ്ഞ 25-ാം രാവിനാണ്. അതിൻ്റെ ഇടയ്ക്കാ ബാക്കി എല്ലാ കിതാബും ഉണ്ടായത്. അപ്പോൾ റമളാനിൽ തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അല്ലാഹു തആല ഹിദായത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സൂര്യൻ ഉദിപ്പിച്ചത്. ആ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഈ റമളാനിൽ തന്നെ ഈ ഒരു ശ്രമം, വളരെ എളിയ ശ്രമം, നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചരിത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി അതിൻ്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ സഹാബത്ത്, താബിഈകൾ, താബിഈകൾ, ഇമാമിയങ്ങൾ, മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദന്മാർ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ജീവിച്ച മാർഗം മനസ്സിലാക്കി അതുൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിവില്ലാതെ ഇന്ന് മറിഞ്ഞു കിടക്കുന്ന ഏടുകളുടെ താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രമുത്തുകൾ പുറത്തെടുത്ത് അത് ഈമാനികമായ നവോന്മേഷത്തിന് കാരണമായി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.